വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ബിജെപിയിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗത്തിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായി കേന്ദ്ര ഓഡിറ്റിംഗ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. കൊടികൾ വാങ്ങിയതിലും VIP താമസം, ഭക്ഷണം, യാത്ര എന്നിവയുടെ നിരക്കുകൾ കൂട്ടിക്കാണിച്ചും കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്നുള്ളതാണ് സംശയം. ഓഫീസ് സെക്രട്ടറി, ഓഫീസ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, സംസ്ഥാന ട്രഷറർ എന്നിവർ അന്വേഷണ പരിധിയിലാണ്. നേതാക്കളുടെ ഹെലികോപ്റ്റർ യാത്രയ്ക്കടക്കം വൻ തുകകൾ കൂട്ടിയെഴുതി കോടികൾ അടിച്ചുമാറ്റിയെന്നാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലെ സൂചനകൾ. എന്നാൽ ഒരു സാമ്പത്തിക ക്രമക്കേടും നടന്നിട്ടില്ല എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. VS രഞ്ജിത്ത് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. രഞ്ജിത്ത്, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ കോടികൾ BJP-ക്കാർ തട്ടിയെടുത്തു, BJP-യുടെ സ്വന്തം തെരഞ്ഞെടുപ്പ് ഫണ്ട് പാർട്ടിക്കുള്ളിലെ ആളുകൾ തന്നെ തട്ടിയെടുത്തു എന്നുള്ളതാണോ കണ്ടെത്തൽ? എന്തൊക്കെയാണ് ഈ അന്വേഷണത്തിലൂടെ മനസ്സിലാവുന്ന കാര്യങ്ങൾ? ആർക്കൊക്കെ എതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് രഞ്ജിത്ത്? ഷിഹാസ്, ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പാർട്ടി ഇപ്പോൾ ഔദ്യോഗികമായ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു തരത്തിലുമുള്ള ഫണ്ട് തട്ടിപ്പും നടന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനം എന്ന് പറയുന്നത് BJP-യുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫണ്ട് വിനിയോഗത്തിൽ വ്യാപകമായ ക്രമക്കേട് സെൻട്രൽ ഓഡിറ്റിംഗ് വിഭാഗം കണ്ടെത്തി എന്നുള്ളതാണ്. സെൻട്രൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് പാർട്ടിയുടെ ഈ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പരിശോധന ആണ്. അത് CA ഉദ്യോഗസ്ഥന്മാർ, അതായത് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ അടങ്ങുന്ന സമിതിയാണ് അത് പരിശോധിക്കാറുള്ളത്. അത്തരം ഒരു പരിശോധനയിൽ ഫണ്ട് ചെലവഴിക്കുന്ന കേന്ദ്രം തന്നെ ഫണ്ട് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുന്ന BJP-യിൽ സ്വാഭാവിക നടപടിക്രമമാണ്. ആ നടപടിയിൽ വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത എന്ന് പറയുന്നത്. അതിൽ കൊടികൾ വാങ്ങിയതിൽ BJP-യുടെ ദേശീയ ഘടകമാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൊടികൾ വിതരണം ചെയ്യാൻ വേണ്ടി കൊടുക്കാറുള്ളത്. ദേശീയ തലത്തിൽ നിന്ന് സൗജന്യമായി വിതരണം ചെയ്യുന്ന കൊടിയുടെ പേരിൽ ഇവിടെ പണം എഴുതി വാങ്ങി എന്നുള്ള ആരോപണം ഉയരുന്നു. അതുപോലെ VIP-കാരുടെ താമസം, VIP ഭക്ഷണം, VIP യാത്ര, ഇതിലൊക്കെ തന്നെ വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തി കോടികൾ അടിച്ചുമാറ്റി എന്നുള്ളതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയപ്പെടുന്നത്. ആ ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം അത് സ്റ്റേറ്റിലെ ഓഫീസ് സെക്രട്ടറി, ഓഫീസിന്റെ ചാർജുള്ള ജനറൽ സെക്രട്ടറി, സംസ്ഥാനത്തിന്റെ ട്രഷറർ എന്നിവർക്ക് നേരെയാണ് സ്വാഭാവികമായിട്ടും ഇതിന്റെ ആരോപണത്തിന്റെ കുന്തമുന നീളുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത്തരം വാർത്തകൾ, റിപ്പോർട്ടുകൾ പുറത്തു വരാൻ തുടങ്ങിയതിന് പിന്നാലെയാണ് ഇപ്പോൾ BJP-യുടെ സംസ്ഥാന ഘടകം ഇപ്പോൾ ഔദ്യോഗികമായ ഒരു വാർത്താക്കുറിപ്പിലൂടെ അത്തരം ഒരു ഫണ്ട് തട്ടിപ്പ് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതും ഒരു ദേശീയ ജനറൽ സെക്രട്ടറി, അത് വിനോദ് ധാവഡെയാണ്. വിനോദ് ധാവഡെ കേരളത്തിലെത്തുകയും കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഫണ്ട് വിനിയോഗം നടന്നത്. അങ്ങനെ ഒരു തട്ടിപ്പും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഔദ്യോഗിക നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പുറത്തുവിടുന്ന വിശദാംശങ്ങളിൽ അല്ലെങ്കിൽ വിശദീകരണ കുറിപ്പിൽ പറയപ്പെടുന്നത്. പക്ഷേ ഇവിടെ BJP-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ A ക്ലാസ് മണ്ഡലങ്ങൾ 10-35 A ക്ലാസ് മണ്ഡലങ്ങളുണ്ട്. ആ A ക്ലാസ് മണ്ഡലങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി വ്യാപകമായിട്ടുള്ള തുക ഓരോ മണ്ഡലങ്ങൾക്കും നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ കേന്ദ്രീകൃതമായിട്ടുള്ള നടത്തിപ്പ് സംസ്ഥാനത്തിന്റെ കേരളത്തിന്റെ തിരുവനന്തപുരത്ത് ഓഫീസിൽ നടക്കുക. ആ സംസ്ഥാന തലത്തിൽ നടക്കുന്ന കോർഡിനേഷൻ നടക്കുമ്പോൾ സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിലേക്കും വിതരണം ചെയ്യുന്ന കൊടി സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിലും VIP താരപ്രചാരകന്മാർ വന്നിറങ്ങുന്ന ഹെലികോപ്റ്റർ മുതൽ അവരുടെ യാത്ര, അവരുടെ ഭക്ഷണം, അവരുടെ താമസം തുടങ്ങി ഈ ചെലവുകളിലൊക്കെ തന്നെ വ്യാപക ക്രമക്കേടുണ്ട് എന്നും ഓരോ മണ്ഡലങ്ങളിലും ജില്ലകളിലും ചെലവഴിച്ച തുകകളിലും ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. രഞ്ജിത്ത്, ഒന്ന് രണ്ട് കാര്യങ്ങളിൽ പോകാൻ വേണ്ടി ചോദിക്കുകയാണ്. അതായത് ഒരു സെൻട്രൽ ഓഡിറ്റിംഗ് കമ്മിറ്റിയുടെ അന്വേഷണത്തിലാണ് ഈ ഒരു കണ്ടെത്തലെന്ന് രഞ്ജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചു. അതിപ്പോൾ BJP-യുടെ കേന്ദ്ര നേതൃത്വം തന്നെ ഇത്തരത്തിൽ ഓരോ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പും അവർക്ക് നൽകുന്ന ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര നേതൃത്വം തന്നെ രൂപീകരിച്ചിരിക്കുന്ന ഒരു കമ്മിറ്റിയാണോ അത്? അതോടൊപ്പം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ തട്ടിപ്പ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു 140 മണ്ഡലങ്ങളിൽ നടത്തിയ അന്വേഷണത്തിലെ തട്ടിപ്പിന്റെ വിവരങ്ങൾ മാത്രമാണോ, അതോ അധികം മുന്നേ അല്ലാതെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ നടന്നത്? അതുകൊണ്ടാണ് എടുത്തു ചോദിക്കുന്നത്. ഈ 3 തെരഞ്ഞെടുപ്പുകളിലെയും കൂടി ഒരുമിച്ചുള്ള കണ്ടെത്തലല്ലോ അല്ലേ രഞ്ജിത്ത്? അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
BJPയുടെ സെൻട്രൽ പാർട്ടി ഒരു വലിയ തുക BJPക്ക് സംസ്ഥാനത്ത് ചെലവഴിക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട്. അതെല്ലാ കാലത്തും BJPയുടെ സെൻട്രൽ പാർട്ടി കൊടുക്കാറുണ്ട്. അങ്ങനെ സെൻട്രൽ പാർട്ടി കൊടുക്കുന്ന ഫണ്ട് അത് എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളത് സെൻട്രൽ പാർട്ടി തന്നെ അവരുടെ ടീം അത് പരിശോധിക്കാറുണ്ട്. ആ ടീമിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ ഉൾപ്പെടെയുള്ള ഒരു ഓഡിറ്റ് വിഭാഗമാണ് അത് പരിശോധിക്കാറുള്ളത്. ആ ഓഡിറ്റ് വിഭാഗത്തിന്റെ ഒബ്ജക്ഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല തുകകളും എഴുതി വാങ്ങിയിട്ടുള്ളത് അനധികൃതമായിട്ടാണ് എന്നും അതിന് കൃത്യമായ രേഖകളില്ല എന്നുള്ളതുമാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഓഡിറ്റ് റിപ്പോർട്ടിന് മറുപടി പറയേണ്ടി വരിക ഓഫീസിൽ ചുമതലയുള്ള ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കും. ആ ഓഫീസ് സെക്രട്ടറി മുഖാന്തരമാണ് ഇതിന്റെ ഫണ്ടിന്റെ ചെക്കുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ആ ഓഫീസ് സെക്രട്ടറി, അതുപോലെ തന്നെ ഓഫീസിന്റെ ചാർജുള്ള ജനറൽ സെക്രട്ടറി, അതോടൊപ്പം ട്രഷറർ, സംസ്ഥാനത്തിന്റെ ട്രഷറർ, ഇവർ മുഖാന്തരമാണ് ഫണ്ട് ട്രാൻസ്ഫർ നടക്കുന്നത്. ഇതിന് സ്വാഭാവികമായിട്ടും ഇവരെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ കൊടി വാങ്ങുന്നതിന് ഇവരെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം വിശ്വസ്തരായ ചിലരായിരിക്കും. യാത്ര അല്ലെങ്കിൽ VIP താമസം ഇതൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഇവർക്ക് കീഴിലുള്ള ഇവരിൽ വിശ്വസ്തരായിട്ടുള്ള നേതാക്കന്മാരെ ആയിരിക്കും. അപ്പൊ ഇവർ എഴുതിയെടുത്ത തുക എത്രയാണ്, ആ തുക അത്രത്തോളം ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ടോ, അതിന് കൃത്യമായ ബില്ലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ ഓഡിറ്റ് വിഭാഗം പരിശോധിക്കുന്നുണ്ടാകുക. ഇതോടൊപ്പം തന്നെ ഓരോ മണ്ഡലങ്ങൾക്കും ഇപ്പോൾ VIP മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ താരമണ്ഡലങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ A ക്ലാസ് മണ്ഡലങ്ങളുണ്ട്. താരമണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ച മണ്ഡലം, ദേശീയ നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലം, അങ്ങനെയുള്ള താരമണ്ഡലങ്ങൾ, അതോടൊപ്പം തന്നെ A ക്ലാസ് മണ്ഡലങ്ങൾ, BJPക്ക് ഒരു 30,000-ന് മുകളിലേക്ക് വോട്ട് കിട്ടിയിട്ടുള്ള മണ്ഡലങ്ങൾ, അത്തരം മണ്ഡലങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ തുക പ്രചരണത്തിന് വേണ്ടി നൽകാറുണ്ട്. ആ തുകകളുടെ വിനിയോഗം പോലും ഇതിൽ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ തന്നെ പലർക്കും പരാതികളുണ്ട്. അത്തരം പരാതികളുടെ ഒരു ആകെത്തുകയാണ് സെൻട്രൽ കമ്മിറ്റി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള തട്ടിപ്പ് അല്ലെങ്കിൽ ഫണ്ട് ക്രമക്കേട് എന്ന് പറയപ്പെടുന്നത്. ഒരുപക്ഷെ അതിന്റെ കൃത്യമായ ബില്ലില്ലാത്തതോ അല്ലെങ്കിൽ ആവശ്യം വരുമെന്ന് കണക്കാക്കപ്പെടുന്നതിൽ കൂടുതൽ തുക എഴുതിയെടുത്തതോ ഒക്കെ ആയിരിക്കാം ഈ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ ആ പരാതി ഉയർന്നിട്ടുണ്ടാവുക. ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് ക്രമക്കേട് ഇപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം ഇതാ പൂർണ്ണമായും തള്ളുകയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സാമ്പത്തിക ക്രമക്കേടും നടന്നിട്ടില്ല എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. പാർട്ടിക്കെതിരായിട്ട് വ്യാജ വാർത്തകളാണ്, പ്രവർത്തകരോട് ജാഗ്രത കാണിക്കണമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. ദേശീയ തലം മുതൽ മണ്ഡലതലം വരെ ഓഡിറ്റ് നടത്തി. അതോടൊപ്പം ജനാധിപത്യ പാർട്ടിക്കുള്ളിൽ അച്ചടക്ക നടപടികൾ സാധാരണമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് രഞ്ജിത്ത് പ്രധാനപ്പെട്ട ചോദ്യം. ഇത് കോടികളുടെ അഴിമതി നടത്തിയെന്ന്, അതായത് പാർട്ടിക്കുള്ളിൽ അഴിമതി നടത്തിയെന്ന് പാർട്ടി തന്നെ നിയമിച്ചിട്ടുള്ള സെൻട്രൽ കമ്മിറ്റി കണ്ടെത്തുമ്പോൾ നടപടി ഉണ്ടാവുകയാണ്. അപ്പോൾ എന്തിന് ഇപ്പോൾ ഈ പറഞ്ഞ തരത്തിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല ഈ നടപടിയെങ്കിൽ എന്തിന് ഈ പ്രധാനപ്പെട്ട ചുമതലകളിൽ ഇരുന്ന സംസ്ഥാന ട്രഷറർ അടക്കം അവർക്കെതിരെ നടപടി എടുത്തു എന്ന് പാർട്ടി വിശദീകരിക്കേണ്ടി വരില്ലേ രഞ്ജിത്ത്? ഷിഹാസ്, ഈ ഘട്ടത്തിൽ അവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല. നടപടി എടുക്കാൻ ആലോചിച്ചിരുന്നത് ഓഫീസിന്റെ ചുമതലയുള്ള സെക്രട്ടറി അഞ്ജന രഞ്ജിത്തിനെതിരെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായി ആ നടപടി ഇപ്പോഴെടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആ നടപടിക്ക് വേണ്ടി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയോ ഒരു സർക്കുലർ ഇറക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നടപടി ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല. പക്ഷേ അവരെല്ലാം ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നുള്ളതാണ്. കാരണം BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ഫണ്ടുകളുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് അതിൽ ഇടപെടുന്നത് സ്വാഭാവികമായിട്ട് ഈ 3 പേരായിരിക്കും അൾട്ടിമേറ്റ്ലി അതിന്റെ ചുമതല വഹിക്കുക. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ദേശീയ തലത്തിൽ നിന്ന് ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ കേരളത്തിൽ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇവിടുത്തെ ഫണ്ട് വിതരണം നടന്നിട്ടുള്ളതെന്നുള്ളത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മേൽനോട്ടം ഉണ്ടാകും. പക്ഷേ അദ്ദേഹം മേൽനോട്ടം വഹിക്കുമ്പോൾ പോലും ഇവിടെ നിന്ന് ഫണ്ട് എഴുതി വാങ്ങുന്നത് ഇവിടുത്തെ സംസ്ഥാനത്തെ നേതാക്കന്മാരാണ്. അവർ എഴുതി വാങ്ങിയ ഫണ്ടിന് ചിലപ്പോൾ അവരൊരു കൃത്രിമമായ രേഖ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അതിലാണ് ഇപ്പോൾ ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ആവശ്യം വരുന്ന തുകയേക്കാൾ ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു VIP താമസത്തിന്, ഒരു ഹെലികോപ്റ്റർ യാത്രയ്ക്ക് എത്രത്തോളം ഫണ്ട് ചെലവാകുമെന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഓഡിറ്റ് വിഭാഗത്തിനൊക്കെ അറിയാൻ സാധിക്കും. അപ്പൊ കേരളത്തിൽ അതിൽ കൂടുതൽ തുക എഴുതി വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതായിരിക്കാം ഓഡിറ്റ് ഒബ്ജക്ഷനകത്ത് വന്നിട്ടുണ്ടായിരിക്കുക. ഏതായാലും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതൊന്നും അറിയണമെന്നില്ല. കാരണം സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനാർത്ഥിയായിരുന്നു, അദ്ദേഹം നേമത്ത് മത്സരിക്കുകയായിരുന്നു. പക്ഷേ
ഇവിടെ ചുമതലയുള്ള ആളുകളുണ്ട്. ട്രഷറർ ഉണ്ടായിരുന്നു, ഓഫീസിന്റെ ചുമതലയുള്ള സെക്രട്ടറി ഉണ്ടായിരുന്നു, ഈ സംസ്ഥാനത്തിന്റെ സംഘടനാ കാര്യങ്ങൾ നോക്കുന്ന ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഒരു വാർത്താക്കുറിപ്പിലൂടെ ഇതെല്ലാം നിഷേധിക്കുന്നത്. ഔദ്യോഗികമായ ഒരു തെളിവും ഇപ്പൊ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ഇത്തരം ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും അതിനൊരു നടപടിയോ അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പായി പുറത്തു വരികയോ മാധ്യമങ്ങളോട് പറയുകയോ ചെയ്യില്ല. മാധ്യമങ്ങളോട് പറയേണ്ട കാര്യവുമില്ല. കാരണം അത് ബി.ജെ.പിക്കുള്ളിൽ ബി.ജെ.പിയുടെ സംഘടനാ വിഷയമാണ്. ബി.ജെ.പിയുടെ സംഘടന ഏൽപ്പിച്ചു കൊടുത്ത തുകയാണ്. ആ തുക നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ചോദ്യം സംഘടനാ തലത്തിൽ ഇന്റേണൽ ആയിട്ടൊരു ഇഷ്യൂ ആയിട്ട് മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ. അത്തരമൊരു ഇന്റേണൽ ഇഷ്യൂ ആയതുകൊണ്ടാണ് ധൈര്യമായൊരു വാർത്താക്കുറിപ്പ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇറക്കാൻ സാധിക്കുന്നത്. ഏതായാലും സംഘടനാ തലത്തിൽ ബി.ജെ.പി ഇത് വിശദീകരിച്ചിട്ടില്ല. ഇപ്പോ സംഘടനാ തലത്തിൽ ഒരു വിശദീകരണം അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയാണ്. ശരി, വി എസ് രഞ്ജിത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. സംഭവം വളരെ സിമ്പിളാണ്. ഇത്തവണ കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അവർ 3 സീറ്റ് നേടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വലിയ തുക തെരഞ്ഞെടുപ്പ് ഫണ്ടായി കേരളത്തിലേക്ക് അവർ കൊടുത്തു, ഒഴുക്കി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല നിയമസഭാ മണ്ഡലങ്ങളിലും തിന്നതിന്റെയും കുടിച്ചതിന്റെയും താമസിച്ചതിന്റെയും യാത്ര ചെയ്തതിന്റെയും പേരിൽ കള്ള ബില്ലുകൾ ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപയാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. അത് കണ്ടെത്തിയിരിക്കുന്നത് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം തന്നെ നിയമിച്ചിട്ടുള്ള ഒരു സെൻട്രൽ ഓഡിറ്റിംഗ് കമ്മിറ്റിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയിലെ പ്രധാനപ്പെട്ട 3 പേർ ഇപ്പോൾ അന്വേഷണ പരിധിയിലാണ്. അപ്പോൾ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ സംസ്ഥാന നേതൃത്വത്തിനോ രാജീവ് ചന്ദ്രശേഖരനോ സാധിക്കില്ല. അവർ ഉത്തരം പറഞ്ഞേ മതിയാകൂ, അല്ലെങ്കിൽ പ്രവർത്തകർ തന്നെ ചോദ്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും.